സ്വാഗതം. ഇന്ന് നമ്മൾ കസ്റ്റംസ് നിയമത്തിലെ, അതായത് 1962 ആ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് നോക്കാൻ പോകുന്നത്. അധ്യായം 6. അതെ. ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന കപ്പലുകൾ, വിമാനങ്ങൾ, പിന്നെ മറ്റ് വാഹനങ്ങളുണ്ടല്ലോ, അതുപോലെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നവ, ഇവയൊക്കെ എങ്ങനെയാണ് ഈ നിയമം വഴി നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് വിശദമായെന്ന് സംസാരിക്കാം. തീർച്ചയായും ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു ഭാഗമാണ് നിയമത്തിന്റെ. കാരണം രാജ്യത്തിന്റെ അതിർത്തി കടന്നുവരുന്ന ഓരോ വണ്ടിയും അതിലെ സാധനങ്ങളും കൃത്യമായി നിരീക്ഷിക്കണം, നിയന്ത്രിക്കണം. അത് ശരിയാണ്. എന്നാലേ ശരിയായ നികുതി കിട്ടൂ, പിന്നെ ഈ കള്ളക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ തടയാൻ പറ്റൂ. അപ്പോ ഈ അധ്യായം അതിന്റെ ഒരു ചട്ടക്കൂടാണ് ശരിക്കും. ശരി. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഒരുപാട് നിയമങ്ങളും നടപടിക്രമങ്ങളും ഉള്ള പോലെ തോന്നുന്നുണ്ട്. എന്തിനാണ് ഇത്രയധികം കാര്യങ്ങള്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാല്ലേ? അതെ, നോക്കാം. ആദ്യം തന്നെ ഈ വിദേശത്തു നിന്ന് വരുന്ന ഒരു കപ്പലോ വിമാനമോ അത് ഇന്ത്യയിൽ വന്നിറങ്ങുമ്പോ എവിടെ ഇറങ്ങണം എന്നതിന് വല്ല നിയമവുമുണ്ടോ? അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാൻ പറ്റുമോ? ഇല്ലില്ല. അവിടെയാണ് ആദ്യത്തെ നിയന്ത്രണം. സെക്ഷൻ 29 പറയുന്നത് എന്താന്ന് വെച്ചാൽ, അത്തരം വാഹനങ്ങൾ, അതായത് ഈ കപ്പലുകളും വിമാനങ്ങളും, അവ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യേണ്ടത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു കസ്റ്റംസ് തുറമുഖത്ത് അല്ലെങ്കിൽ ഒരു കസ്റ്റംസ് വിമാനത്താവളത്തിലായിരിക്കണം. ഓഹോ. ബോർഡ് പ്രത്യേകം അനുമതി കൊടുത്തില്ലെങ്കിൽ അവിടെ തന്നെ ഇറങ്ങണം. രാജ്യത്തേക്കുള്ള വരവ് ഒരു നിശ്ചിത പോയിന്റുകളിലൂടെ ആക്കാനാണിത്. അപ്പം മേൽനോട്ടം എളുപ്പമാകും. ശരി. അപ്പോ എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാലോ? ഒരു കൊടുങ്കാറ്റ് കാരണം കസ്റ്റംസ് എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റില്ല, അങ്ങനെ വന്നാലോ? നല്ല ചോദ്യമാണ്. നിയമം അതും പറയുന്നുണ്ട്. സെക്ഷൻ 29(2) പറയുന്നത്, ഈ അപകടം അല്ലെങ്കിൽ വളരെ മോശം കാലാവസ്ഥ അങ്ങനെയുള്ള ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ കസ്റ്റംസ് പോർട്ടിലോ എയർപോർട്ടിലോ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ വേറെ സ്ഥലത്തിറങ്ങാം. ഇളവുണ്ട്. ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഇറങ്ങിയാൽ ആ വാഹനത്തിന്റെ ചുമതലയുള്ള ആള് ഉടൻ തന്നെ അടുത്തുള്ള കസ്റ്റംസ് ഓഫീസറെയോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ വിവരമറിയിക്കണം. നിർബന്ധമാണത്. അങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് സാധനങ്ങൾ ഇറക്കാനോ ആളുകളെ ഇറക്കാനോ പറ്റുമോ? സാധാരണഗതിയിൽ പറ്റില്ല. കസ്റ്റംസ് ഓഫീസറുടെ അനുമതിയില്ലാതെ സാധനങ്ങൾ ഇറക്കാൻ പാടില്ല, യാത്രക്കാരെ ഇറക്കാനും പാടില്ല. പക്ഷേ ഈ യാത്രക്കാരുടെയോ ജീവനക്കാരുടെയോ ആരോഗ്യത്തിനോ സുരക്ഷയ്ക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവനോ സ്വത്തോ സംരക്ഷിക്കാൻ അത്യാവശ്യമാണെങ്കിൽ അതിന് ഇളവുണ്ട്. എന്നുവച്ചാൽ നിയന്ത്രണമുണ്ടെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മനുഷ്യജീവനാണ് പ്രധാനം. ശരി, മനസ്സിലായി. അപ്പോ വാഹനം നിയമപരമായി കസ്റ്റംസ് എയർപോർട്ടിലോ പോർട്ടിലോ എത്തിയെന്ന് വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവര് വന്ന കാര്യം ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ടേ? വേണം, തീർച്ചയായും വേണം. അവിടെയാണ് ഈ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രേഖ വരുന്നത്. സെക്ഷൻ 30 അനുസരിച്ച് ആ വാഹനത്തിന്റെ ചുമതലയുള്ള ആൾ പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറയും. അയാൾ ആ വണ്ടിയിലുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു പൂർണ്ണമായ ലിസ്റ്റ് കസ്റ്റംസിന് കൊടുക്കണം. എല്ലാ സാധനങ്ങളുടെയും? അതെ. കപ്പലും വിമാനവുമാണെങ്കിൽ ഇതിനെ അറൈവൽ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്ന് പറയും. ഇനി ലോറി പോലത്തെ വാഹനങ്ങളാണെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്നും പറയും. എന്തിനാണ് ഈ മാനിഫെസ്റ്റ് ഇത്ര പ്രധാനമായിട്ട് കൊടുക്കുന്നത്? അത് പല കാര്യങ്ങൾക്കുമുണ്ട്. ഒന്ന്, വണ്ടിയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് കസ്റ്റംസിന് മുൻകൂട്ടി ഒരു ധാരണ കിട്ടും. അപ്പോൾ അവർക്ക് റിസ്ക് നോക്കാനും പരിശോധന പ്ലാൻ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. പിന്നെ സാധനങ്ങൾ ഇറക്കുമ്പോൾ ഈ കൊടുത്ത ലിസ്റ്റുമായിട്ട് ഒത്തുനോക്കി എല്ലാം കറക്റ്റാണോ എന്ന് ഉറപ്പിക്കാം. ഇപ്പോൾ മിക്കവാറും ഇത് ഓൺലൈനായിട്ട്, അതായത് ഇലക്ട്രോണിക് രൂപത്തിലാണ് കൊടുക്കേണ്ടത്. അത് കാര്യങ്ങൾ എളുപ്പമാക്കുമല്ലോ. അതെ. കപ്പലും വിമാനവും ആണെങ്കിൽ എത്തുന്നതിന് മുമ്പേ കൊടുക്കണം. മറ്റു വാഹനങ്ങളാണെങ്കിൽ എത്തുമ്പോൾ കൊടുത്താൽ മതി. പിന്നെ ഇതിലെ വിവരങ്ങളെല്ലാം സത്യമാണെന്ന് ഒരു ഡിക്ലറേഷനും കൊടുക്കണം. ഇനി ഈ മാനിഫെസ്റ്റ് കൊടുത്തതിൽ അറിയാതെ വല്ല തെറ്റും പറ്റിപ്പോയാലോ? അത് വലിയ പ്രശ്നമാകുമോ? തിരുത്താൻ പറ്റുമോ? സാധാരണയായിട്ട് മനഃപൂർവ്വമല്ല, അതായത് വഞ്ചനാപരമായി ചെയ്തതല്ലെങ്കിൽ അത് തിരുത്താൻ പ്രോപ്പർ കസ്റ്റംസ് ഓഫീസർക്ക് അനുമതി കൊടുക്കാം. സെക്ഷൻ 33-ൽ അത് പറയുന്നുണ്ട്. ആശ്വാസം. അതുപോലെ ഈ ഓൺലൈനായിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നം വന്നാൽ പ്രിൻസിപ്പൽ കമ്മീഷണറുടെയോ അനുമതിയോടെ വേറെ രീതിയിലും കൊടുക്കാൻ നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് ന്യായമായ പിഴവുകൾക്ക് പരിഹാരമുണ്ട്. ശരി. ഈ സാധനങ്ങളുടെ ലിസ്റ്റ് പോലെ തന്നെ യാത്രക്കാരുണ്ടാവുമല്ലോ കപ്പലിലും വിമാനത്തിലൊക്കെ, അവരെ വിവരങ്ങളും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. അത് നിർബന്ധമാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. സെക്ഷൻ 30A അതാണ് പറയുന്നത്. ആ വാഹനത്തിൽ വരുന്ന യാത്രക്കാരുടെയും പിന്നെ അതിലെ ജീവനക്കാരുടെയും വിവരങ്ങൾ
അതൊരു ലിസ്റ്റായിട്ട് കൊടുക്കണം. പാസഞ്ചർ ആൻഡ് ക്രൂ അറൈവൽ മാനിഫെസ്റ്റ് എന്ന് പറയും. ഓക്കേ. അതോടൊപ്പം തന്നെ പാസഞ്ചർ നെയിം റെക്കോർഡ്, അതായത് PNR വിവരങ്ങളും കൊടുക്കണം. ഈ PNR എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൊടുക്കുന്ന വിവരങ്ങളില്ലേ, പേര്, റൂട്ട്, ടിക്കറ്റ് ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതെല്ലാം ഉൾപ്പെടും. എന്തിനാണ് കസ്റ്റംസിന് യാത്രക്കാരുടെ ഇത്രയും വിവരങ്ങൾ? ഇത് പ്രധാനമായും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. യാത്രക്കാരെക്കുറിച്ച് മുൻകൂട്ടി വിവരം കിട്ടിയാൽ എന്തെങ്കിലും സംശയമുള്ള ആളുകളുണ്ടോ എന്നൊക്കെ നോക്കാൻ അധികാരികൾക്ക് പറ്റും. സുരക്ഷാ പരിശോധനകൾക്ക്. അതെ. അതുകൊണ്ടുതന്നെ ഈ വിവരങ്ങൾ കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിൽ, ന്യായമായ കാരണം പറയാനില്ലെങ്കിൽ 50,000 രൂപ വരെ പിഴ ഈടാക്കാനും നിയമത്തിൽ പറയുന്നുണ്ട്. കൊള്ളാം. അപ്പോ വാഹനമെത്തി, മാനിഫെസ്റ്റും കൊടുത്തു. ഇനി കപ്പലിൽ നിന്ന് സാധനങ്ങൾ ഇറക്കണമെങ്കിൽ അത് ഉടനെ ചെയ്യാൻ പറ്റുമോ? കപ്പലുകളുടെ കാര്യത്തിൽ ഒരു ചെറിയ സ്റ്റെപ്പ് കൂടിയുണ്ട്. സെക്ഷൻ 31 അനുസരിച്ച് കപ്പലിന്റെ മാസ്റ്റർ, അതായത് ക്യാപ്റ്റൻ, അയാൾക്ക് കസ്റ്റംസ് ഓഫീസറിൽ നിന്ന് എൻട്രി ഇൻവേർഡ്സ് എന്ന് പറയുന്ന ഒരു ഓർഡർ കിട്ടണം, ഒരു അനുമതി പത്രം പോലെ. എൻട്രി ഇൻവേർഡ്സ്. അതെ. അത് കിട്ടാതെ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ സാധാരണയായി കപ്പലിൽ നിന്ന് ഇറക്കാൻ പാടില്ല. ഈ മാനിഫെസ്റ്റൊക്കെ പരിശോധിച്ച് ഉദ്യോഗസ്ഥർക്ക് ഒരു ബേസിക് ഓക്കെ ആയ ശേഷമാണ് ഈ അനുമതി കൊടുക്കുന്നത്. ഇതിനും വല്ല ഇളവും ഉണ്ടോ? എല്ലാ സാധനങ്ങൾക്കും ഈ എൻട്രി ഇൻവേർഡ്സ് വേണോ? കുറച്ച് ഇളവുകളുണ്ട്. യാത്രക്കാരുടെ ലഗേജ്, പിന്നെ കപ്പലിലെ ജീവനക്കാരുടെ അത്യാവശ്യ സാധനങ്ങൾ, തപാൽ സാധനങ്ങൾ, മൃഗങ്ങൾ, പെട്ടെന്ന് കേടാവുന്ന ഭക്ഷ്യവസ്തുക്കൾ പോലെയുള്ളവ, അതൊക്കെ ഇറക്കാൻ ഈ എൻട്രി ഇൻവേർഡ്സ് ഓർഡർ നിർബന്ധമില്ല. പക്ഷേ മറ്റു കണ്ടീഷൻസ് പാലിക്കണം. ഈ മാനിഫെസ്റ്റിൽ കാണിക്കാത്ത എന്തെങ്കിലും സാധനം കപ്പലിലുണ്ടെന്ന് കരുതുക, അതിറക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റില്ല. സെക്ഷൻ 32 അത് വളരെ കർശനമായിട്ട് പറയുന്നുണ്ട്. ഈ അറൈവൽ മാനിഫെസ്റ്റിലോ അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ടിലോ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇറക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നിയമലംഘനമാകും, കള്ളക്കടത്തായിട്ട് കണക്കാക്കും. ശരി, കൃത്യമായിരിക്കണം. അതെ, കൊടുത്ത വിവരവും യഥാർത്ഥ സാധനവും ഒന്നായിരിക്കണം. ഓക്കെ. അപ്പോൾ ചരക്കിറക്കാനുള്ള അനുമതി കിട്ടി, എൻട്രി ഇൻവേർഡ്സും കിട്ടി. ഇനി ഈ സാധനങ്ങൾ എവിടെയച്ചാണ് ഇറക്കേണ്ടത്? ജെട്ടിയിലെ എവിടെ വേണേലും ഇറക്കാമോ? അതിനും നിയന്ത്രണമുണ്ട്. സെക്ഷൻ 33 അനുസരിച്ച് കസ്റ്റംസ് അധികാരികൾ അംഗീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ, അപ്രൂവ്ഡ് പ്ലേസസ് എന്ന് പറയും, അവിടെ മാത്രമേ ഇറക്കുമതി സാധനങ്ങൾ ഇറക്കാനും അതുപോലെ കയറ്റുമതിക്കുള്ള സാധനങ്ങൾ കയറ്റാനും പാടുള്ളൂ. ഓ. കസ്റ്റംസ് പോർട്ടിലും എയർപോർട്ടിലും ഇതിനായിട്ട് പ്രത്യേക സ്ഥലങ്ങളുണ്ടാവും സാധാരണയായി. ഇത് മേൽനോട്ടം എളുപ്പമാക്കാനും സാധനങ്ങൾ ട്രാക്ക് ചെയ്യാനുമൊക്കെയാണ്. ഈ ഇറക്കുന്നതും കയറ്റുന്നതുമൊക്കെ ആരുടെങ്കിലും മേൽനോട്ടത്തിൽ വേണോ? അതോ കപ്പലിലെ ജോലിക്കാർക്കങ്ങ് ചെയ്താൽ മതിയോ? തീർച്ചയായും മേൽനോട്ടം വേണം. സെക്ഷൻ 34 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കസ്റ്റംസ് ഓഫീസറുടെ മേൽനോട്ടത്തിലല്ലാതെ, അണ്ടർ സൂപ്പർവിഷൻ ഓഫ് കസ്റ്റംസ് ഓഫീസർ എന്ന് പറയും, അങ്ങനെയല്ലാതെ സാധനങ്ങൾ ഇറക്കാനോ കയറ്റാനോ പാടില്ല. എന്തിനാണത്? ഇത് ഓരോ നീക്കവും നിയമപരമാണെന്ന് ഉറപ്പാക്കാനാ. കൊടുത്ത രേഖകളുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ ഉദ്യോഗസ്ഥർക്ക് എപ്പോ വേണമെങ്കിലും പരിശോധിക്കാം. നമ്മൾ ഈ കസ്റ്റംസ് ക്ലിയറൻസിനെ കുറിച്ച് കേൾക്കുമ്പോൾ അതിന് സമയമെടുക്കും എന്നൊക്കെ കേൾക്കാറുണ്ട്. ഈ സാധനങ്ങൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനും വല്ല സമയനിയന്ത്രണവുമുണ്ടോ? എപ്പോ വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉണ്ട്, അതിനും സമയമുണ്ട്. സെക്ഷൻ 36 പറയുന്നത് സാധാരണ പ്രവൃത്തി സമയങ്ങളിലും ദിവസങ്ങളിലും, അതായത് വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് ഡേയ്സ്, അപ്പോഴേ ഈ സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും പാടുള്ളൂ എന്നാണ്. അതെന്താ അങ്ങനെ? അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ലഭ്യത, അവരുടെ ജോലിഭാരം, അതൊക്കെ കണക്കിലെടുത്തിട്ടാണ്. അപ്പോൾ രാത്രിയിലോ അല്ലെങ്കിൽ ഒരു പൊതു അവധി ദിവസമോ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ എന്തു ചെയ്യും? ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരില്ലേ? വരും, അതിനും വഴിയുണ്ട്. അങ്ങനെ ഈ സാധാരണ സമയത്തിന് പുറത്ത് ജോലി ചെയ്യണമെങ്കിൽ ബന്ധപ്പെട്ട കസ്റ്റംസ് ഓഫീസർക്ക് മുൻകൂട്ടി നോട്ടീസ് കൊടുക്കണം. എന്നിട്ട് അതിനായിട്ടൊരു പ്രത്യേക ഫീസും അടക്കണം. ഫീസോ? അതെ. എന്നാൽ യാത്രക്കാരുടെ ബാഗേജ്, ജീവനക്കാരുടെ സാധനങ്ങൾ അല്ലെങ്കിൽ മെയിൽ ബാഗുകൾ, അതൊന്നും കൈകാര്യം ചെയ്യാൻ ഈ ഫീസ് വേണ്ട. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അധികമായി ജോലി ചെയ്യുന്നതിനുള്ള ഒരു ചാർജ് പോലെയാണ്. ശരി ശരി. ഇനി സെക്ഷൻ 35 ഈ വെള്ളത്തിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എന്തോ പറയുന്നുണ്ടല്ലോ, അതെന്താണ്? അത് പ്രധാനമായിട്ടും വലിയ കപ്പലിൽ നിന്ന് സാധനങ്ങൾ ചിലപ്പോൾ ചെറിയ ബോട്ടുകളിലോ ബാർജുകളിലോ ഒക്കെ ആക്കി കരയിലേക്ക് കൊണ്ടുവരില്ലേ?